തിരുവനന്തപുരത്തെ ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതി പിടിയിലായി. കർണാടക സ്വദേശി പ്രകാശാണ് പിടിയിലായത്. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴി കുഴിവിള സ്വദേശിയിൽ നിന്നും ഇയാൾ 10 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. അശ്വിൻ ഡിയേഗോ വിവരങ്ങളുമായി. അശ്വിൻ ഡിയേഗോ, ഇയാൾ എവിടെ നിന്നാണ് പിടികൂടിയത്? സ്മൃതി, സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലാണ് ഈ തട്ടിപ്പ് ആദ്യം നടക്കുന്നത്. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴിയാണ് ഈ കർണാടക സ്വദേശിയായിട്ടുള്ള ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. കുളത്തൂർ സ്വദേശിയായിട്ടുള്ള ഒരു വെറ്റിനറി ഡോക്ടറിന്റെ പക്കൽ നിന്നും 10 ലക്ഷം രൂപയാണ് ഇയാൾ കഴിഞ്ഞ വർഷം 3 ഘട്ടങ്ങളിലായി തട്ടിച്ച് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇയാൾ ഇപ്പോൾ കർണാടകയിൽ നിന്നാണ് തുമ്പ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള SI അടക്കമുള്ള സംഘം കർണാടകയിലേക്ക് എത്തിയാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. നിലവിൽ ഇയാൾ അവിടുത്തെ ഒരു കോളേജിൽ തന്നെ പ്രൊഫസറാണ് എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, രാഷ്ട്രീയപരമായി തന്നെ വളരെ സ്വാധീനമുള്ള ഒരാളാണ്. കേരളത്തിൽ മാത്രം ഇയാൾക്കെതിരെ 2 കേസുകൾ നിലവിലുണ്ട്. നേരത്തെ കൊച്ചി സ്വദേശിയുടെ പക്കൽ നിന്നും ഇത്തരത്തിൽ വലിയ തരത്തിൽ പണം ഇയാൾ തട്ടിയെടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് പണം തിരികെ നൽകി രക്ഷപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്ത് ആകെ ഈ 10ഓളം കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. തട്ടിപ്പ് കേസ് തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഈ അല്പസമയം മുമ്പാണ് പ്രതിയെ തുമ്പ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളതും. ഇയാൾ വിവിധ ഘട്ടങ്ങളിൽ, അതായത് ട്രേഡിംഗ് ആപ്പുകളുടെ ഫേക്ക് ആപ്പ് ഉണ്ടാക്കി അതുവഴിയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം പരസ്യം നൽകിയാണ് ഇയാളുടെ ഇരകളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ എന്തായാലും ഇപ്പോൾ ഇയാളെ പിടികൂടിയിട്ടുണ്ട്. തുമ്പ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അല്പസമയം മുമ്പാണ് പ്രതിയെ സ്റ്റേഷനിലേക്ക് എത്തിച്ചതും. SI അടങ്ങുന്ന സംഘം കർണാടകയിലെത്തിയാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളതും. സ്മൃതി, ശരി, കർണാടകയിൽ നിന്നും പ്രതിയെ പിടികൂടി. അശ്വിൻ ഡിയേഗോയാണ് വിവരങ്ങൾ നൽകിയത്.